ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ, മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ. ഈ വാർഡുകളിലെ 1721 വീടുകളിലെ 4988 മനുഷ്യർ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു ദുരന്തത്തിൻ്റെ ഫലം അനുഭവിച്ചവരാണ്. അതിൽ 668 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു പോയവയാണ്. അവയിൽ 500-ലധികം മനുഷ്യർ, അവരിൽ പലരെയും ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല എന്നതാണ്. ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വലിയ ഭാഗം ഒന്നാകെ അടർന്നു പോയിട്ടും കേരളം പിടിച്ചു നിന്നത് കേരളത്തിൻ്റെ വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഒത്തൊരുമിച്ചുകൊണ്ടുള്ളൊരു പ്രതിരോധത്തിലാണ്. എന്നാൽ പ്രധാനമന്ത്രി ഇവിടെ എത്തി ഓഗസ്റ്റ് മാസം 2-ാം വാരം പറഞ്ഞൊരു വാചകമുണ്ട്: കേരളം ഈ ദുരന്തത്തിൽ ഒറ്റയ്ക്കല്ല, കേന്ദ്രം ഒപ്പമുണ്ട് എന്നാണ്. അന്ന് നമ്മൾ വിശ്വസിച്ചു. ഒരുപക്ഷെ ആ ദിവസം കൽപ്പറ്റയിൽ കളക്ട്രേറ്റിൽ വെച്ച് പ്രധാനമന്ത്രി ഈ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. കാരണം അങ്ങനെ പാക്കേജ് പ്രഖ്യാപിച്ച ചരിത്രമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ വിശദമായൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെ ഒരു വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചു. എല്ലാ കണക്കുകളും എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് കൊടുത്തു. ആ കണക്ക് കൊടുത്ത് ഈ ദുരന്തം കഴിഞ്ഞ് 2 മാസമായിട്ടും ഒരു നയാ പൈസ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ഈ ദുരന്ത നിവാരണ പ്രതികരണ ഫണ്ടിൽ നിന്നോ കേരള സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞൊരു വാചകമുണ്ട്: ദുരിതാശ്വാസത്തിന് വേണ്ടി ദുരന്തബാധിതരായ മനുഷ്യരുടെ അധികൃതർക്ക് പിന്നാലെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ്. ഇതാണ് നമുക്ക് കേന്ദ്രത്തോടും ചോദിക്കാനുള്ളത്. അങ്ങനെ ഇനി ഈ മനുഷ്യർ പിന്നാലെ നടക്കണമോ? ഇങ്ങനെ നടന്നില്ലല്ലോ. നമ്മുടെ മുന്നിൽ കണക്കുണ്ടല്ലോ. ഇന്നിപ്പോൾ ദുരന്ത നിവാരണ പ്രതികരണ നിധിയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത വിഹിതം, ആ വിഹിതം ഒന്ന് എടുത്തു നോക്കിയാൽ ആ കണക്കിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. മഹാരാഷ്ട്രയിൽ കൊടുത്തത് 1492 കോടി രൂപയാണ്. ഒരു മെമ്മോറാണ്ടവും ചോദിച്ചില്ല കേട്ടോ. ആന്ധ്രാപ്രദേശിൽ കൊടുത്തത് 716 കോടിയാണ്. മെമ്മോറാണ്ടം വേണ്ടി വന്നില്ല. TDPയുടെ ഒരു നോട്ടം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ബീഹാറിൽ കൊടുത്തത് 685 കോടിയാണ്. നിതീഷ് കുമാർ ഒന്ന് നോക്കിയതേയുള്ളൂ. ഗുജറാത്തിൽ കൊടുത്തത് 600 കോടി രൂപയാണ്. അവിടെ നോക്കിയത് പോലുമില്ല എന്നതാണ്. കേരളത്തിന് SDRFിലേക്ക് നീക്കിവെച്ചത് 145 കോടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ അപ്പാടെ ഒലിച്ചുപോയി. ഈ 668-ലധികം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. ഇല്ലാത്ത മനുഷ്യർ, ബന്ധുക്കളില്ലാത്ത മനുഷ്യർ, ഒറ്റപ്പെട്ടു പോയി അനാഥത്തിൻ്റെ ദ്വീപുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അവരെ ഇനിയും ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി ഈ അധികൃതർക്ക് പിന്നാലെ ഓടിക്കരുത് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കേന്ദ്രത്തിൻ്റെ കണ്ണീരിന് ആത്മാർത്ഥത അല്പം കുറവുണ്ടായിരുന്നുവെന്ന്. കാര്യം ദിവസങ്ങൾ വൈകുന്നു. 2000 കോടി രൂപയെങ്കിലും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകണം. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടം. അതിൻ്റെ 4-1 പക്ഷേ അനുവദിച്ചേക്കാം. പക്ഷേ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മഹാരാഷ്ട്ര അല്ലാത്തത് കൊണ്ടാണോ, നമ്മൾ കർണാടക അല്ലാത്തത് കൊണ്ടാണോ, നമ്മൾ ബീഹാർ അല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി അത് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാർ അത് ഉടൻ തന്നെ നടപ്പാക്കണം. ഇനി മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്ന് പതിവ് പല്ലവി സുരേഷ് ഗോപി പറയുകയും അരുത്. ഈ കണ്ണീരിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കണക്കുകൾ സർക്കാരിന് മുന്നിൽ, ഒക്ടോബർ മാസം 18 കൊടുത്തിരിക്കുന്ന തീയതി, അതിനു മുൻപ് തന്നെ ഹൈക്കോടതിയുടെ മുൻപിൽ അത് ബോധിപ്പിക്കണം. ആ ബോധിപ്പിക്കുന്നതിനും അപ്പുറം നമ്മൾക്ക് അത് ബോധ്യപ്പെടണം കേന്ദ്രത്തിൻ്റേത് കള്ളക്കണ്ണീരല്ല എന്ന്. Meet the editors.